അതേപോലെ ബീൻസ്, പയർ, ഉള്ളിത്തണ്ട്, അതേപോലെ വെണ്ടയ്ക്ക ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഒരു തോരനിക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒറ്റ റബ്ബർ ബാൻഡിൽ എല്ലാം ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിലും വലുതായിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് പകുതിയാകുമ്പോഴത്തേനും ആ റബ്ബർ ബാൻഡ് കുറച്ച് ഇറക്കി കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു തോരൻ വയ്ക്കാനുള്ള പയറാണേലും ഉള്ളിത്തണ്ട്, വെണ്ടയ്ക്ക, ബീൻസ് എന്താണേലും ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. കണ്ടോ, നമുക്കിനി അത് റബ്ബർ ബാൻഡ് കുറച്ച് ഇറക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതേപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണിത്. ഇപ്പോൾ നമ്മൾ വാസലിൻ കുറച്ച് ഒന്ന് തൊട്ടാൽ മാത്രം മതി. നമ്മുടെ കാൽക്കുലേറ്റർ, റിമോട്ട്, അതേപോലെ കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ പൊടിയേറിയിരിക്കുന്ന ഭാഗത്തെല്ലാം നമുക്ക് നനച്ച് തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണി വെച്ചോ അതല്ല എങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിളക്കമായിരിക്കും, നല്ല പുതിയതുപോലെ ഇരിക്കും. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഒന്നും നനച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ വാസലിൻ വെച്ചും തുടച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ റിമോട്ടാണേലും അതേപോലെ തന്നെ എന്തും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ തേപ്പ് പൊട്ടിയാണേലും അതേപോലെ തന്നെ എമർജൻസി എല്ലാം ഇതേപോലെ ക്ലീനാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ എമർജൻസി തുടച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കോട്ടൺ തുണി വെച്ചിട്ട് തുടയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നല്ലോണം പോളിഷായിട്ട് കിട്ടും. വാസലിനും കോട്ടൺ തുണിയും കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ അതിൻ്റെ പൊടിയെല്ലാം പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സും എല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്. പൊട്ടിയും തുടച്ചെടുക്കാവുന്നതാണ് വാസലിൻ തേച്ചിട്ട്.